ഹലോ. ഇതേപോലത്തെ ഇൻട്രോ ഞാൻ കഴിഞ്ഞാണ് ഐസ്ലൻഡ് പോയപ്പോഴാണ് എടുത്തത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. അധികം ദൂരത്തൊന്നുമല്ല, ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ പോവാണ്. സ്കോട്ട്ലൻഡ് ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് വന്നിട്ട് എൻ്റെ ഒരു ജെറ്റ് ലാഗ് കാരണവും ഞാൻ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന സമയം കാരണം എനിക്ക് ഫുള്ളായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇതവിടെ ഞങ്ങൾ ഐൽ ഓഫ് സ്കൈയും പിന്നെ ഗ്ലെൻകോ പിന്നെ ഹൈലൻഡ്സ് ഇതെല്ലാം ഒരു ടൂർ ബുക്ക് ചെയ്തു ആസ് യൂഷ്വൽ. അങ്ങനെ അതിനാണ് ഞങ്ങൾ ഇത്തവണ പോണേ. ഞാനും ചക്കരയും അനുവുണ്ട്. 3 ദിവസത്തെ ട്രിപ്പ്. പോയി കഴിഞ്ഞിട്ടറിയാം. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ലെറ്റ്സ് സീ. നല്ല തിരക്കുണ്ട്. പിന്നെ ട്രെയിൻ കിട്ടിയ സമയത്തിന് സീറ്റൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഈ 4x4 സീറ്ററിൽ കയറിയിരുന്നു. ഇനിയൊരു 30-40 മിനിറ്റ്സ് എത്തും. ഞങ്ങൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഇപ്പോൾ ജസ്റ്റ് വാഷ്റൂമൊക്കെ ഒന്ന് പോയിട്ട് എയർപോർട്ടിലോട്ട് പോവാണ്. നല്ല തിരക്ക് കാണുമെന്ന്. ആസ് യൂഷ്വൽ ഇവിടെ നല്ല തിരക്കുണ്ട്. കാരണം ഇന്നത്തെ വീക്ക് ലോങ് വീക്കെൻഡല്ലേ. എല്ലാവരും എവിടേക്കോ പോകുന്നവരായിരിക്കണം. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ബോർഡിംഗ് പാസ് നമുക്ക് ഓൾറെഡി എടുത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് സെക്യൂരിറ്റി ആയിരുന്നു. ഇനി ഗേറ്റിൻ്റെ അവിടെ കാണും പാസ്പോർട്ട് ചെക്കൊക്കെ. എന്താ 2 ചായയും 1 കോഫിയും 2 സമോസയും. കൊള്ളാവോ? അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സമോസയും ചായ വേളന്ന് ഫൈനലി ചായ കിട്ടി. കഴിഞ്ഞ തവണ നമ്മുടെ ഇതിന് ചായ കിട്ടാത്തത് നമ്മൾ ഇത്തവണത്തെ നമ്മൾ തീർത്തു. അതിൻ്റെ ദീപം ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിന്റെ അടുത്തെത്തി. വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളിതേ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. മഴയുണ്ട് ചെറുതായിട്ട്. ഞങ്ങൾ ഫൈനലി ഫ്ലൈറ്റ് കയറി ബോർഡായി. എനിക്ക് വലിയ സീറ്റ് കിട്ടിയതാണോ എന്നതാണ് ആൾക്കാരുണ്ട്. എല്ലാവരും ബോർഡാവുകയാണ്. 36 subscribers. Open the window blinds and ഞങ്ങൾ ലാൻഡ് ചെയ്തു ഫൈനലി. എന്തോ ഒരു ടോപ്പ് ഇരിക്കുന്ന മഴയുണ്ട്. പറയുന്നല്ല അത് കേൾക്കുന്നുണ്ടോ? എയർപോർട്ടിൽ വന്നു. ജസ്റ്റ് വാഷ്റൂം പോകാൻ വേണ്ടി ജസ്റ്റ് നിന്നു. ഇനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങണം. നമ്മുടെ Airbnb അല്ല ഞങ്ങൾ തവണ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റൽ സെറ്റപ്പാണ്. ലൈക്ക് 1 നൈറ്റ് പോലെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ ടൂർ അവരുടെ തന്നെ ടൂറിൻ്റെ തന്നെയാണ് അക്കോമഡേഷൻ ഫോർ 2 days. അപ്പോൾ ഇന്നത്തേക്കുള്ള അക്കോമഡേഷൻ നമ്മൾ സെറ്റാക്കി. അപ്പോൾ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എഡിൻബറ ചുറ്റിക്കാണാൻ. കാരണം ഞങ്ങളുടെ ടൂറിൽ എഡിൻബറ ഇല്ല. അപ്പോൾ അതൊന്ന് ചുറ്റിക്കാണണം. പറ്റുന്ന പോലെ മഴയൊക്കെയാണ് പറഞ്ഞു. എങ്ങനെയാണ് അതിൻ്റെ രീതിയിൽ നോക്കിയിട്ട് സെറ്റാക്കണം. ടൈം വന്നിട്ട് 2:47 ആയതേ ഉള്ളൂ. നോക്കാം എങ്ങനെയാണ്. ഞങ്ങൾ ട്രാമിൽ ഇവിടെ നിന്ന് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതിലങ്ങനെ പോകാമെന്നുള്ളത് കണ്ടു. നോക്കട്ടെ, കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രാമിൽ പോകുന്ന സെറ്റപ്പ് ആക്കണം. ഞങ്ങൾ ട്രാമിലാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ ട്രാം കണ്ടുപിടിച്ചു. ഇവിടെയാണ്.
ഡിപ്പാർച്ചേഴ്സ് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ട്രാം. ടിക്കറ്റ് എടുക്കണം തോടും ഫിഗർ ഔട്ട് ചെയ്തിട്ട് നോക്കാം. ടിക്കറ്റ് We're expecting to operate. Please move well into the track. I really like the name Huxley. What is it? Food? No, like I like the name Huxley. Would Ali agree? What was the other name? Ziggy. Ziggy, yes. ഞങ്ങൾ ഇറങ്ങി, ട്രാം ഇറങ്ങി. എങ്ങനെ അങ്ങോട്ട് ഒരു 400-450 അടി നടക്കണം എന്നാണ് പറയുന്നത്. നോക്കട്ടെ, അങ്ങോട്ട് നടന്നിട്ട് നമ്മുടെ ഹോസ്റ്റൽ കണ്ടുപിടിക്കണം. ലെറ്റ്സ് സീ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇനി ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ പറയാം എങ്ങനെയാണ്. And your nationality, the names of this, and your signature. You're going now. Go for it. Enjoy the weather. I'll make the most of it. Don't go rain. ആദ്യമില്ല. Oh yeah. എങ്ങോട്ടാ? ദാ ഇവിടെ കാട് കൊടുക്കും. പാതിൽ ഉറക്കുന്ന ചടങ്ങാണല്ലോ. ചടങ്ങില്ലാതെ പറ്റും. വർക്കേ ആവുന്നില്ല. എവിടെ ഡോർ അവതരിപ്പ് പഴയ ഡോർ അവതരിപ്പിക്കാൻ പോയാലും ഇങ്ങനെയാണല്ലോ. കമാണല്ലോ ഇല്ല ഡിജനതമായ ഗൈസ്. ഞങ്ങൾ ബാഗ്സ്, ഇവിടെ ബെഡ്സ്. വ്യൂ റെഡിയായി. ജസ്റ്റ് എഡിൻബറ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. വേറെ പ്ലാനൊന്നുമില്ല. ലൈക്ക് ഒരു ഐഡിയയിൽ എങ്ങോട്ട് പോകണമെന്ന്. എഡിൻബറ ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ സ്കോട്ട് മോണുമെൻ്റ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇവരാണ് ഞങ്ങളുടെ റൂം മേറ്റ്. ഞങ്ങൾ നടന്ന് ആക്ച്വലി ജസ്റ്റ് ഒരു കടയിൽ അധികം നടന്നില്ല. ഒരു 5 മിനിറ്റ് നടന്ന് ഞങ്ങളൊരു കടയിൽ കയറി ജസ്റ്റ് ഫോർ എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളപ്പോൾ 2 റാപ്പും ഒരു നഗറ്റും ഓർഡർ ചെയ്തു. ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ പരിഷ്കാരിയായിട്ട് തിന്നാം. ഭയങ്കര പാക്കിങ്. കാണിക്കും. ഇവിടെ നല്ല അടിപൊളി ചെറിയ ബ്ലോസംസ് ഒക്കെ പൂത്ത് നിൽക്കുന്ന പാർക്കാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പാർക്കിൻ്റെ പുറത്താ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. എന്താ നമ്മുടെ നാട്ടിലെ മറ്റേ ഒരു പിങ്ക് കളർ റോസ പൂത്ത് നിൽക്കുന്ന ഒരു കണക്കില്ലേ. ഈ ഒരു ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് ജസ്റ്റ് ഇന്ന് പള്ളിയിൽ പോയില്ലല്ലോ, അപ്പോൾ പള്ളിയിൽ പോകാൻ വിചാരിച്ച് പോവാണ്. തുറന്നിട്ടുണ്ടെങ്കിൽ കയറാമെന്നത് രീതിയിൽ.
ഞങ്ങളിത് ഈ മോണുമെൻ്റ് ഫ്രണ്ടിൽ വന്നു. ആക്ച്വലി ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അവിടെയാണ് മറ്റേ ഓൾഡ് സിറ്റിയൊക്കെ അവിടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ കാസിലൊക്കെ അവിടെയാണ്. അപ്പോൾ ഇത്തവണ അതുകൊണ്ട് പോകണ്ടാന്ന് തീരുമാനിച്ചു. കാരണം ഇനിയുള്ള 3 ദിവസം ഫുള്ള് കറക്കമായിരിക്കും നടന്ന്. പക്ഷേ ഇത് പോവുകയാണെങ്കിൽ മൊത്തം തേരി കയറി അങ്ങ് മേലെ പോകണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോവാത്തൊരു പാർക്ക് ഇവിടെയുണ്ട്. അവിടെ പോയിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. സ്ട്രീറ്റ് ഗാർഡൻ, ഇത് സ്കോട്ട് മോണുമെൻ്റ് അകത്തുള്ള അതിരിക്കുന്ന ഒരു ഗാർഡൻ. കാണുമ്പോൾ നല്ല ഭംഗിയില്ല. ഇത് പൂക്കളൊക്കെ ഉണ്ട് കളറിലെ. കിട്ടിയോ ഫോട്ടോ? നല്ല മഴ. അത് പുതിയ കൺസ്ട്രക്ഷൻ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു ഇവിടെ നിന്ന് ഇത് ഒത്തിരി പോകണം ആക്ച്വലി. ഇപ്പോൾ ഇവിടെ റോഡ് കഴിഞ്ഞില്ലേ, ഇത് ഇങ്ങനെ മല കയറി പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ആ സൈഡിൽ കൂടെ ഒരു ഇതുണ്ട്, അവിടെ കൂടെ അങ്ങനെ പോയാൽ നമുക്ക് കയറാൻ പറ്റും. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ട്രാം പിടിക്കാൻ പോവാ. ഞങ്ങൾ പിന്നെയും ട്രാവൽ പോകാനായിട്ട് Can you go into it? I don't know. I think you can walk up to it. ഞങ്ങൾ അടുത്തൊരു കടയിൽ കയറി ജസ്റ്റ് ഫോർ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ മേടിച്ചേ? നമ്മൾ 3 ചായ ഇവിടെ വെച്ച് കുടിക്കും, പിന്നെ ഒരു വെജിറ്റബിൾ കറിയും ഒരു റോട്ടി നാളത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പാർസൽ മേടിക്കാനായിട്ട് വന്നു. ഓക്കെ. എന്താണ് അതൊക്കെ?